നിങ്ങൾ ആ അന്ധകാരത്തിൽ നിന്ന് എന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ആമേൻ. നൽകപ്പെട്ട അനുഗ്രഹീതമായ തിരുവെഴുത്തിനെ ഓർത്ത് നന്ദിയോടുകൂടെ സ്തുതിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മാനുഷികമായിരിക്കുന്ന വാക്കുകൾ കൊണ്ടൊന്നും അല്ല നമുക്ക് ബലം പ്രാപിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നിങ്ങളായിരിക്കുന്ന ഇടവും സാഹചര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മെ നഗ്നവും മലർന്നുമായി കാണുന്ന ദൈവത്തിന്റെ ആത്മാവിന് ഈ വചനത്തിലൂടെ വ്യക്തമായി നമ്മളോട് ഹൃദയസ്പർശമായി സംസാരിക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഹൃദയം തുറന്ന് വിശ്വസിക്കേണ്ട കാര്യം, ഈ വചനത്തിന് കഴിയുമെന്ന് വിശ്വസിക്കണം. എന്നെ ആശ്വസിപ്പിക്കുവാനും എന്നെ ശക്തിപ്പെടുത്താനും എന്റെ ബലഹീനത മാറ്റാനും പരാജയങ്ങളെ തുടച്ചു നീക്കാനും എന്നെ ജയത്തിലേക്ക് നടത്താൻ എന്റെ സ്ഥിതി മാറ്റാനും ഒക്കെ ഈ വചനത്തിന് കഴിയും എന്നുള്ള ആമേ പരിപൂർണമായിരിക്കുന്ന ഒരു ആ വിശ്വാസത്തിലും സമർപ്പണത്തിലും നമുക്ക് ഈ തിരുവെഴുത്തിന്റെ മുമ്പിലായിരിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന ദൈവം, ഞങ്ങൾ ഈ തിരുവെഴുത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ആശ്രയിച്ച് പല സന്നിധിയിൽ അടുത്തു വരികയാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ വചനം ഇന്ന് ഞങ്ങൾക്ക് ജീവന്റെ വചനമായി, ഞങ്ങളുടെ ചൈതന്യത്തിന്റെ വചനമായി, ഞങ്ങളെ ബലപ്പെടുത്തുന്ന ജയാളികളാക്കുന്ന വചനമായി, ഞങ്ങളുടെ കണ്ണുനീറുകൾ തുടച്ച് ഉറങ്ങിപ്പോയ, അസ്തമിച്ചുപോയ, ക്ഷീണിച്ചുപോയ, തളർന്നുപോയ ഞങ്ങളുടെ ആത്മീയ ജീവിതം തട്ടി ഉണർത്തപ്പെടുവാൻ തക്ക വിധത്തിലുള്ള ആത്മബലം കൈവരിക്കുവാൻ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഇടപെടേണ്ടതിനും ഇടവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിന്റെ മഹത്വം ഈ സ്ക്രീനിലായിരിക്കുന്ന എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ. കർത്താവേ, ആമേൻ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. മരുഭൂമിയിൽ യേശു കർത്താവ് ആമേൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയുമ്പോൾ തനിക്ക് വിശന്നു. ആമേൻ, ആ വിശപ്പിന്റെ സമയം നോക്കി അടുത്തു വന്ന പിശാചിന്റെ സകല പരീക്ഷകളെയും എതിരിട്ടത് വചനം കൊണ്ടാണ്. ആ വചനത്തിന്റെ ശക്തി കൊണ്ട് ആ പൈശാചികതയുടെ സകല പരീക്ഷകളെയും കീഴടക്കിയതുപോലെ ഇന്ന് പകൽ വെളിപ്പെടുന്ന ഈ വചനം ആമേൻ ചിലതിനെ കീഴടക്കുമാറാകട്ടെ, ചിലതിനെ കാൽ കീഴിലാക്കുമാറാകട്ടെ, ചിലതിനെ ഉടയ്ക്കുമാറാകട്ടെ, ചിലതിന്മേൽ ആത്മാവിന്റെ വിടുതൽ കൽപ്പിക്കുമാറാകട്ടെ. നാസ്രയനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ആ ജയം ആത്മാവിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ ആത്മാവിന്റെ സ്പർശനമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കും. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു വരാം. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിനാൽ എഴുതപ്പെട്ട അനുഗ്രഹീതമായ ഒരു ലേഖന പരമ്പരയുടെ ഒരു ഭാഗമാണ്. 2 ലേഖനങ്ങളാണ് പത്രോസിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നത്. AD 62, 64 കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതായ ലേഖനം. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവർക്കെതിരെ അതിശക്തമായിരിക്കുന്ന പീഡനങ്ങളും ഉപദ്രവങ്ങളും അഴിച്ചുവിട്ട ഒരു കാലം. അങ്ങനെ ക്രിസ്ത്യാനികളെ കണ്ടെത്തി അഹോരാത്രം അവരെ മുടിക്കുകയും തകർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്നു നിൽക്കുമ്പോൾ ഈ ചിതറിപ്പാർക്കുന്ന ഈ ജനത്തെ അവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കേണ്ടതിനും അവരെ വീണ്ടെടുത്ത കർത്താവിലുള്ള അവരുടെ ആശ്രയം അറ്റുപോകാതെ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ അവരെ ഉറച്ചു നിൽക്കേണ്ടതിന് അപ്പോസ്തലനായ പത്രോസിലൂടെ ദൈവാത്മാവ് എഴുതി നൽകിയ ഏറ്റവും ആഴമേറിയ ആത്മീക ചിന്തകൾ ഉള്ളടക്കം ചെയ്ത ഒരു ലേഖനമാണ് ഈ പത്രോസിന്റെ ലേഖനം എന്ന് പറയുന്നത്. പീഡനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്ന പീഡന പരമ്പരകൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നത് പോലെ ഉള്ള പീഡന പരമ്പരകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ അതിന് വിട്ടുള്ള പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ കൊളോസിയം പോലെയുള്ളതായിരിക്കുന്ന ആ സ്റ്റേഡിയത്തിനകത്ത് വിശ്വാസികളായിരിക്കുന്നവരെ കൊണ്ടുവന്ന് നിർത്തി
ആഴ്ചകളോളം പട്ടിണിക്കിട്ടിരിക്കുന്ന ഘോര മൃഗങ്ങളായിരിക്കുന്ന സിംഹങ്ങൾ ഉൾപ്പെടെ ഉള്ളതിനെ അഴിച്ചുവിട്ട് ജീവനോടെ പച്ചയ്ക്ക് ചീന്തി തിന്നുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് കൊളോസിയത്തിന്റെ സ്റ്റേഡിയത്തിലിരുന്ന രാജാക്കന്മാരും ചക്രവർത്തിമാരൊക്കെ അട്ടഹസിച്ച് സന്തോഷിച്ച് ചിരിക്കുന്ന ഒരു അനുഭവത്തിന്റെ സാഹചര്യങ്ങളും, 2 മരങ്ങൾ ഒന്നിച്ച് കൂട്ടി കെട്ടിയതിന് ശേഷം ആ മരത്തിനകത്ത് ഈ ക്രിസ്ത്യാനികളായിരിക്കുന്നവരെ 2 മരത്തിൽ 2 കൈകാലുകൾ കെട്ടിയിട്ട് ആ മരത്തിന്റെ അകലെ നിൽക്കുന്ന മരത്തിന്റെ കെട്ടഴിച്ചു വിടുമ്പോൾ ശരീരം 2 മരത്തിലേക്കായി 2 ഭാഗമായി പച്ചയോടെ കീറി മുറിയുന്ന അനുഭവങ്ങൾ. മനുഷ്യനെ ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് അവന്റെ കഴുത്തല മാത്രം പുറത്തു വെച്ചിട്ട് അതിനകത്ത് ഉമി നിറച്ചിട്ട് ആ ഉമിക്ക് തീ കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള അതിക്രൂരമായിരിക്കുന്ന ക്രൈസ്തവ പീഡനത്തിന്റെ കാലഘട്ടത്തിലാണ് അപ്പോസ്തലനായ പത്രോസിന്റെ ഈ ഈടുറ്റ ലേഖനത്തിന്റെ ആഴം മനസ്സിലാക്കണം. നമ്മൾ ലേഖനം ഒരുപക്ഷെ വായിക്കുമ്പോൾ നമുക്കത് വേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും നമ്മൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ബാക്ക്ഗ്രൗണ്ടും അതുപോലെ കോണ്ടെക്സ്റ്റുകളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ലേഖനത്തിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോസ്തലനായ പത്രോസിനെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ലേഖനം എഴുതിയ ആള് ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ യേശുവിന്റെ അടുക്ക് വരുന്ന ഒരു സമയമുണ്ട്. യേശുവിന്റെ അടുക്കൽ ആദ്യമായി തന്നെ കൊണ്ടുവരുന്നത് അന്ത്രയോസാണ്. ഈ അന്ത്രയോസ് തന്നെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നീ യോഹന്നാന്റെ മകനായിരിക്കുന്ന ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും. 3 കാലത്തെ വെളിപ്പെടുത്തി. നീ ആരാകുന്നെന്നും നീ ആരായിരിക്കുന്നെന്നും നീ ആരാകും എന്നുള്ള 3 സന്ദർഭമാണ് ദൈവം അവിടെ വെളിപ്പെടുത്തിയത്. ഭൂതം, വർത്തമാനം, ഭാവി, ഇത് 3ഉം അവിടെ വെളിപ്പെടുത്തി. നീ ആരാകുന്നു? നീ യോഹന്നാന്റെ മകനാകുന്നു. നീ ആരായിരിക്കുന്നു? വർത്തമാനം, നീ ശീമോനായിരിക്കുന്നു. ശീമോൻ എന്ന വാക്കിന്റെ അർത്ഥം ഉറപ്പില്ലാത്തവൻ എന്നാണ്. പറയാണ് അടുത്തത്, നീ ആരാകും, നിന്റെ ഭാവിയിൽ നീ ആരാകും എന്നുള്ളതിന് പറഞ്ഞു, നീ പത്രോസ് ആകും. ഗ്രീക്കിൽ അത് പറയുന്നത് പെട്രസ് എന്നാണ്. പെട്രസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പാറ കഷ്ണം എന്നാണ്. അപ്പൊ നോക്കിക്കേ, ഉറപ്പില്ലാത്തവനെ ഉറപ്പുള്ളവനാക്കുന്ന ദൈവത്തിന്റെ മഹത്വകരമായ ഒരു ദൈവപ്രവൃത്തിയാണ് അവന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത്. ശേഷമായിട്ട് നമ്മൾ കാണുന്നത്, ഈ മനുഷ്യൻ ഒരു മുക്കവനായി, മീൻപിടുത്തക്കാരനായി, മത്സ്യബന്ധനക്കാരനായി ജീവിച്ചു വന്ന മനുഷ്യനെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വ സമൂഹത്തിലേക്ക് തന്നെ വിളിച്ചു വേർതിരിക്കുകയാണ്. അങ്ങനെ 1ാമത്തെ ശിഷ്യനായി ഈ പറയുന്ന ശീമോൻ പത്രോസ് വിളിക്കപ്പെടുകയാണ്. 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ താൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ കണ്ട് ജീവിച്ചവനാണ്. പക്ഷേ ഈ പറയപ്പെട്ട പത്രോസ് എന്ന് പറയുന്ന ഉറപ്പുള്ള ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് എത്തപ്പെടാൻ വേണ്ടതുപോലെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു എടുത്തുചാട്ടക്കാരനാണ്. ഏത് സാഹചര്യത്തിലും താൻ മുൻപിലുണ്ട്. നല്ല കാര്യത്തിലുണ്ട്, അല്ലാത്തതിലൊക്കെ ഉണ്ട്. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ജനം എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? അത് കഴിഞ്ഞ അടുത്ത ചോദ്യം, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ഈ ചോദ്യത്തിന്റെ മുമ്പിൽ വേറെ ആരും മറുപടി പറഞ്ഞില്ല. പത്രോസ് എടുത്ത് മുൻപോട്ട് വന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവ എന്ന് സാക്ഷ്യം പറഞ്ഞു. അതുപോലെ തന്നെ യോഗ്യമല്ലാത്ത കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട്. യേശു കർത്താവിനെ പിടിക്കുവാനായിട്ട് പടയാളികൾ വന്നപ്പോൾ വാളെടുക്കാനും വെട്ടാനും ഒക്കെ മുന്നിലുണ്ട്. ഒരു ചോദ്യം പോലും കർത്താവിനോട് ചോദിക്കുന്നില്ല. വാളെടുക്കണോ വെട്ടണോ? ഇല്ല. യേശുവിനോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ എടുത്തുചാട്ടത്തിന്റെ എല്ലാ അനുഭവങ്ങളും കാഴ്ചവെച്ച ഈ പത്രോസ് യേശുവിനെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, ഇന്നലെ രാത്രി പറഞ്ഞു വിട്ടതേ ഉള്ളൂ, കോഴി കൂകുന്നതിന് മുമ്പ് 3 വട്ടം നീ എന്നെ തള്ളിപ്പറയുന്നു. അതുപോലും ഓർത്തില്ല. സാഹചര്യത്തിന്റെ മുമ്പിൽ കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിച്ച, പക്ഷേ ആ മനുഷ്യനാണ് ഇപ്പോ പ്രതികൂലത്തിന്റെ കഠിന ശോധനയിലൂടെ, തീവ്രതയിലൂടെ കടന്നുപോകുന്ന ജനത്തെ ഇപ്പോ ആശ്വസിപ്പിക്കുന്നത്, ഇപ്പൊ ധൈര്യപ്പെടുത്തുന്നതും ഇപ്പൊ ബലപ്പെടുത്തുന്നതും അവർക്ക് വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ വചനം നൽകി കൊടുക്കുന്നതും. എവിടെയാണ് ഇതിന് വ്യതിയാനം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനോട് കൂടെ 3.5 കൊല്ലം കഴിഞ്ഞു. യേശു കർത്താവ് മനുഷ്യ പാപവർഗത്തിനായി ആ കർത്താവിന്റെ മരണമേറ്റു താൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ഒരു വാക്ക് പറയുക,
നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഈ ഒരു ശബ്ദത്തിന്റെ മുമ്പിൽ ഒരു കാത്തിരിപ്പ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വരുമ്പോ മർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ച് കാത്തിരുന്ന് പ്രാപിച്ച ദൈവകൃപയാണ് പത്രോസിന്റെ വിശ്വാസത്തെയും പത്രോസിന്റെ ശുശ്രൂഷ എല്ലാം സകല അവസ്ഥയിൽ വാഗ്ദത്ത പ്രകാരം തന്നെ ഉറപ്പിച്ചെടുത്തത്, യഥാർത്ഥമായി ഒരു പത്രോസായി മാറിയത്. ഞാനൊരു ദൂത് പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടുക. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസവും നമ്മുടെ തീരുമാനവും ദൈവസന്നദ്ധിയിലുള്ള നമ്മുടെ സമർപ്പണവും ഒക്കെ ഈടുറ്റതായി തീരുന്നത് ആത്മശക്തിയാലാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു കത്തൽ ഉണ്ടാകണം, നമ്മുടെ ഹൃദയത്തിനകത്തൊരു തേങ്ങൽ ഉണ്ടാകണം, അകത്തൊരു ആത്മാവിന്റെ ഒരു ഹല്ലേലൂയ ഒരു അഗ്നിനാളം വീഴണം. കൊർന്നൊല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് സംസാരിച്ച വചനത്തിന്റെ മുമ്പിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നെന്ന് വായിക്കുന്നത് പോലെ ഹൃദയപൂർവ്വം ഒരു വചനം കേൾക്കുന്ന ലാഘവത്തോടെ ഇരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ വചനത്തിന് എന്റെ ഹൃദയത്തിനകത്ത് തീ കൊടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിന്റെ സമർപ്പണത്തോടെയാണ് നമ്മൾ അടുത്തു വരുന്നതെങ്കിൽ ആ വചനം ഒരു തീപ്പൊരിയായി നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവം ഒന്ന് ഇട്ടുകൊടുത്താൽ അകത്ത് ആ വചനത്തിന്റെ ധ്യാനം ഒരു തീയായി മാറട്ടെ. ആ വരുന്ന ധ്യാനം തീയായി മാറുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം കെട്ടുറപ്പുള്ളതായി പത്രോസിനെ പോലെ ഉറച്ച ഒരു അനുഭവത്തിലേക്ക് ഏത് സാഹചര്യത്തിന്റെ മുമ്പിലും ഇടറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഘടകം ആത്മശക്തിയാണ്. ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്ത് ആഗോള വ്യാപകമായി ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയേണ്ടത് ആത്മശക്തിക്ക് വേണ്ടി ദൈവജനം ഈ ദാഹമുള്ളവരായിരിക്കണം. ആത്മശക്തി പ്രാപിക്കുവാൻ ഞാനോ നിങ്ങളോ നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഞാൻ എന്തൊക്കെ പ്രാപിച്ചു കഴിഞ്ഞു, ഞാൻ എവിടേക്കോ എത്തിക്കഴിഞ്ഞു, ഞാൻ എന്തൊക്കെയോ നേടിക്കഴിഞ്ഞു എന്നുള്ള ഒരു ഭാവത്തിലാണ് ഞാനൊക്കെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നെങ്കിൽ എന്റെ മുമ്പിൽ പരാജയം വന്നു കിടക്കുകയാണ്. എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് നാം ചിന്തിക്കണം, ഞാൻ പ്രാപിച്ചതൊന്നുമല്ല ഇനിയും വിലമതിക്കുന്നത് ഗൂഢമായത് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് പ്രാപിച്ചെടുത്തുകൊണ്ട് ഇന്നലെക്കാൾ ഇന്ന് അതിമഹത്വകരമായ ഒരു ജീവിതം നയിച്ച് ഇന്നലെക്കാൾ ഇന്ന് അതിമഹത്വമായ ചില പർവ്വത ശിഖരങ്ങളെ എനിക്ക് ആത്മാവിൽ കീഴടക്കിക്കൊണ്ട് എനിക്ക് എന്റെ ക്രിസ്തീയ ജീവിതത്തെ ശക്തിയോടെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പത്രോസിന്റെ ജീവിതത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ ഉറപ്പില്ലാത്തവനായി ജീവിച്ചു വന്നവനെ ആത്മാവിന്റെ നിറവ് അവന്റെ മേൽ വന്നപ്പോൾ, ആത്മാവിന്റെ അഭിഷേകം അവന്റെ മേൽ വന്നപ്പോൾ, ആ ശക്തി അവനിൽ വെളിപ്പെട്ടപ്പോൾ അവന്റെ ബലഹീനത മാറി, അവന്റെ ഉറപ്പില്ലായ്മ മാറി, സ്ഥിരതയില്ലായ്മ മാറി, അവന്റെ ഹല്ലേലൂയ ഒരു കാര്യത്തിനും പൂർണ്ണമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥകൾ മാറി. അവനെ ഉറപ്പുള്ളൊരു പാറ കഷ്ണമാക്കിയിട്ട് ഒരു സഭ പണിയുവാൻ തക്ക വിധത്തിൽ പ്രാപ്തനാക്കിയ ആ ദൈവകൃപ ഇന്നും ദൈവ സഭയ്ക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് ആത്മാവിൽ പ്രാപിക്കുവാൻ ഈ ഹല്ലേലൂയ സമയം ദൈവജനത്തെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പത്രോസിനെ പോലെ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ഉറച്ചു നിന്ന് നമ്മിൽ തന്നെ നമ്മുടെ ജീവിതത്തിന് ഉറപ്പ് നൽകി മറ്റുള്ളവർക്കും നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ദൈവം നൽകുന്ന ആത്മീകമായ അനുഭവങ്ങൾ മറ്റുള്ളവരെയും വിശ്വാസത്തിൽ ഊട്ടി ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി നടത്തുന്ന ആത്മകൃപയിലേക്ക് നാം എത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ഈ സമയത്ത് നാം തിരിച്ചറിയണം. എന്നും നമ്മൾ ഒരു വിശ്വാസ സമൂഹമായി ഇരിക്കേണ്ടവരല്ല. എന്നും നമ്മൾ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥനാ കൂട്ടത്തിൽ ഒരു പങ്കാളിയായി ഇരിക്കേണ്ടവനല്ല. അവിടെ നിന്ന് നാം ഹല്ലേലൂയ അടുത്ത തലത്തിലേക്ക് നമുക്കൊരു പ്രവേശനം ദൈവം വെച്ചിട്ടുണ്ട്. ആ പ്രവേശനത്തിന് വേണ്ടി നാം ഒരുക്കപ്പെടേണ്ടതിന് ഏൽപ്പിക്കപ്പെടേണ്ടതാണ്. അവിടെയാണ് ആത്മീയ ജീവിതത്തിന്റെ വളർച്ച നമ്മൾ പ്രാപിക്കുന്നത്. അല്ലെങ്കിൽ എന്നും ഒരേ സമയത്ത് തന്നെ നമ്മൾ മുൻപോട്ട് പോകും. അല്ല, നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ല. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരുന്നത്. അവിടെ വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു.
അപ്പോസ്തലനായ പൗലോസ് പത്രോസ് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദം അവിടെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നിങ്ങളെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആ വാക്ക് ഏറെ ഫലപ്രദവും ഏറെ വിലയേറിയതുമാണ്. കാരണം നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരുപക്ഷെ ഈ പീഡനത്തിന്റെ നടുവിൽ, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ലോക ജീവിതം ഒരുപക്ഷെ തീക്ക് ഇരയായിത്തീരും, ഒരു മൃഗത്തിന് ഇരയായിത്തീരും, ഒരു പക്ഷേ മറ്റ് ഇതര സാഹചര്യത്തിൽ നിങ്ങൾ ഈ ലോകത്തിലുള്ള ജീവിതം വെടിയേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ക്രിസ്തുവിലുള്ള പ്രത്യാശ ഒരിക്കലും ഈ മരണം കൊണ്ട് തീരുന്നതല്ല. ഈ ഭൂമിയിലുള്ള ജീവിതം കൊണ്ട് തീരുന്നതല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച് മരണത്തെ ജയിച്ചവനായി, പാപത്തെയും ലോകത്തെയും പൈശാചികളെയും ജയിച്ച് മുന്നേറിയവനാകൊണ്ട് വിശ്വാസത്തോടെ പറയുന്നു, നമ്മുടെ കർത്താവ് ഉയർക്കപ്പെട്ടതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ കർത്താവിന്റെ വരവിന്റെ നാദത്തിന്റെ മുമ്പിൽ നാമും ഉയർത്തെഴുന്നേറ്റ് ക്ഷയമില്ലാത്ത ഒരു ശരീരം പ്രാപിച്ച് നാം കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിനോടുകൂടെ ചേരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, ജീവനുള്ള പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചിരിക്കുന്നെന്ന്. ഞാൻ അടുത്ത നമ്മുടെ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മളെ വിളിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ആയിരുന്നത് അന്ധകാരത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ തകർന്നടിഞ്ഞ ജീവിതത്തിന്റെ അവസ്ഥകൾ. ദൈവമക്കളെ, ആമേൻ, ജീവിതത്തിന്റെ മുൻപിൽ ഇരുളടഞ്ഞുപോയ അനുഭവങ്ങൾ. നമുക്ക് മുൻപോട്ട് പോകാൻ ഇന്ന് ലോകത്തിൽ ഈ കർത്താവിന്റെ കൃപ അനുഭവിച്ചറിയാൻ കഴിയാതെ എത്രയോ എത്രയോ ജനമാണ് ഇരുളിൽ ജീവിക്കുന്നത്. ഇരുളിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ, ഞാൻ താമസിക്കുന്നത് പെരുമ്പാവൂർ എന്ന പട്ടണത്തിലാണ്. ഈ പെരുമ്പാവൂർ പട്ടണത്തിൽ എൻ്റെ അടുത്ത് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് 39 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയാണ്. അദ്ദേഹത്തെ ഞാൻ മരണപ്പെടുന്നതിന് 2-3 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തെ പോയി ഞാൻ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ. അദ്ദേഹത്തിന് ചെറുപ്രായം മുതൽ മദ്യപാനത്തിന് അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ 2 സഹോദരങ്ങൾ, അദ്ദേഹത്തിന്റെ അപ്പന്റെ 2 സഹോദരങ്ങൾ വിശ്വാസികളാണ്. അവര് നമ്മുടെ സഭയിലുള്ള വിശ്വാസികളാണ്. പക്ഷെ അവർ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ ഈ കുടുംബം ഒത്തിരി പുച്ഛിക്കുകയും പരിഹസിക്കുകയും അട്ടഹസിക്കുകയും ഒക്കെ ചെയ്ത് അവരെ കളിയാക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ സമയം കഴിഞ്ഞപ്പോൾ ആ 3 മക്കളിൽ മൂത്ത മകനായിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ 10-20 വയസ്സുള്ളപ്പോൾ മദ്യപാനം ആരംഭിച്ചു. ആ മദ്യപാനം അവന് നിയന്ത്രിക്കാൻ കഴിയാതെയായി. ഏകദേശം ഈ പറയുന്ന കാലഘട്ടം വരെ അവൻ മദ്യപാനത്തിന് അടിമപ്പെട്ട് അവന്റെ ലിവർ എല്ലാം തകർന്നു. അവന്റെ ശരീരം വല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. ട്രീറ്റ്മെന്റുകൾ ആരംഭിച്ചു. അങ്ങനെ മൂർധന്യമായ അവസ്ഥയിലിരിക്കുക. ഞാൻ ചെല്ലുമ്പോൾ അവന്റെ വയറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ഒരു പ്രഗ്നൻസിയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ വയറ് പോലെ വീർത്തിരിക്കുക, വെള്ളം കെട്ടി വീർത്തിരിക്കുക. അപ്പോൾ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഹൃദയത്തെ തൊട്ടു. അവന്റെ ഹൃദയത്തെ തൊട്ടിട്ട് അവൻ എന്നോട് പറഞ്ഞ വാക്ക്, പാസ്റ്റർ, ഞാൻ എല്ലാം വിട്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവൻ പറയുന്നത് ഞാൻ ഒഴിവാകാൻ വേണ്ടി പറയായിരിക്കും. ഞാൻ വിചാരിച്ചു എന്നാ വിട്ടത്? ഇതുവരെ എൻ്റെ ജീവിതത്തെ തകർത്ത സകലതും ഞാൻ വിട്ടു. എന്തൊക്കെയാ നിന്റെ ജീവിതത്തെ തകർത്തെന്ന് ചോദിച്ചു. ആ തകർത്തതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാൾ പിടിച്ചുകൊണ്ടുവന്ന ഈ ചെറുപ്പക്കാരനെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു അത്ഭുത ആശ്വാസം കൊടുത്തു. അവൻ ചാടി എഴുന്നേറ്റു. മുറികളിലൂടെയൊക്കെ പാഞ്ഞു നടന്ന് അവൻ ഒരു കുപ്പി നാടൻ ചാരായം, പിന്നെ കുറെ ഹാൻസ്, തമ്പാക്ക്, ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഞാൻ ഇരിക്കുന്ന അടുത്തുള്ള മേശ കൊണ്ടുവച്ചു. ഞാൻ ചോദിച്ചു ഇനിയുണ്ടോ? വീണ്ടും നടന്നു, വീണ്ടും കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവച്ചതിന് ശേഷം ചോദിച്ചു, ഇപ്പോൾ ഇതിനോട് എന്ത് തോന്നുന്നു? വെറുപ്പ് തോന്നുന്നു. ഇതാണ് എൻ്റെ ജീവിതം തകർത്തതെന്ന് തോന്നുന്നു. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒഴിയാൻ ആഗ്രഹിക്കുക. ഇതെനിക്ക് വേണ്ട. ഞാൻ അവനെ കുറിച്ചൊരു വെളിപ്പാട് കണ്ടു പറഞ്ഞു, മോനെ, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ദൈവം തരുന്നൊരു വെളിപ്പാട്. 3 ക്രൂശാണ്. ആ ക്രൂശിൽ ഒന്ന് കർത്താവിന്റെ ക്രൂശാണ്, ഒന്ന് ഇടതും വലതും കിടക്കുന്ന 2 കള്ളന്മാരുടെ ക്രൂശാണ്. നിനക്ക് ഈ ഒരു അവസരം നിനക്ക് തെരഞ്ഞെടുക്കാം. ഒരു കള്ളൻ യേശുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്. പറഞ്ഞത്, നീ കർത്താവാകുന്നെങ്കിൽ അല്ലെങ്കിൽ യേശു മിശിഹയാകുന്നെങ്കിൽ നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ മറ്റേ കള്ളൻ പറയാണ്, നമ്മൾ സമശിക്ഷാവിധിയിലാണ്. അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല.
നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ എന്ന് ആ കള്ളൻ പറയുമ്പോൾ അവനെ നോക്കി യേശു പറഞ്ഞു, നീ എന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഞാൻ ചോദിച്ചു, നമുക്ക് എത്ര നാൾ ജീവിക്കാൻ കഴിയുമെന്നറിയില്ല. ഡോക്ടർമാര് പറഞ്ഞ 6 മാസം തികയില്ലെന്നാണ്. ഞാൻ പറഞ്ഞു, ആയുസ് ദൈവമാണ് തരുന്നത്. പക്ഷേ ഈ ആയുസിനകത്ത് ഇനി നാളെ മരിച്ചാലും ഈ ആയുസിനകത്ത് ക്രിസ്തുവിൽ മരിക്കുകയാണെങ്കിൽ നിനക്ക് ആത്മാവിനൊരു നിത്യതയുണ്ടാവും. അല്ല, നീ മറ്റൊരു കള്ളനോട് കൂടെയുള്ള തീരുമാനത്തിലാണെങ്കിൽ നിന്റെ ആത്മാവ് നശിക്കും. നിനക്ക് തീരുമാനം എടുക്കാം. അവൻ തീരുമാനമെടുത്തു. ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ അവൻ അന്ന് തീരുമാനമെടുത്തു. അന്ന് മുതൽ അവൻ പ്രാർത്ഥനയിലേക്കൊക്കെ വലിയ ആഗ്രഹത്തോടെ വന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ അവനെ കിട്ടിയത് ഏറ്റവും മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖമൊക്കെ അവന്റെ ശരീരത്തിൽ 23 എന്ന് പറയുന്ന അളവിന്റെ മേളിലായി. അങ്ങനെ വലിയ പ്രതികൂലത്തിന്റെ നടുവിലാണ് നമ്മൾ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഒരു ദിവസം അവൻ പെട്ടെന്ന് ബ്ലഡ് വൊമിറ്റ് ചെയ്ത് അവൻ മരണപ്പെടുകയാണ്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടെ ദൈവസന്നിധി മുട്ടുകുത്തി ചോദിച്ചു, ദൈവമേ, ഞാൻ ഏറെ പ്രാർത്ഥിച്ചതല്ലേ, ഞാൻ അവന് വേണ്ടി അവന് ഉപദേശിച്ച മണിക്കൂറുകൾ അവന് വേണ്ടി ചെലവഴിച്ചതല്ലേ, അവൻ എന്താ തിരികെ തരാന്? അവനെ ഒന്ന് സ്നാനപ്പെടുത്തി ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദൈവത്തോട് ദുഃഖത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത്, ഞാൻ നിനക്ക് തന്ന വെളിപ്പാടെന്ന് ക്രൂശ് എന്തിനുള്ളതാ? മരണമാണ്. ആ മരണത്തിന് മുമ്പ് അവന് കർത്താവിനെ അറിയാൻ അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഇരുട്ടിനകത്ത് കിടക്കുന്ന അന്ധകാരത്തിൽ കഴിയുന്ന എത്ര 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 എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത ജനം ആണ്. ആ കൂട്ടത്തിൽ നിന്നാണ് നമുക്കൊരു തെരഞ്ഞെടുപ്പ് ലഭിച്ചത്. നമുക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പ് എവിടേക്കാന്നറിയാമോ? അവിടെ വായിക്കുന്നത് മാർവലസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്ഭുത വെളിച്ചമാണ്. അത്ഭുത പ്രകാശത്തിലേക്കാണ് നമുക്ക് ഒരു വിളി ലഭിച്ചിരിക്കുന്നത്. എന്താ ആ പ്രകാശത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ആ പ്രകാശത്തിന്റെ പ്രത്യേകത ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തൊട്ട് പറയാം. അവിടെ വായിക്കുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഭൂമി പാഴുശൂന്യമാണ്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. വെള്ളത്തിന്മീതെ ദൈവാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. ഈ വെളിച്ചം ഉണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ നോക്കുമ്പോ കാണുന്നത് ഭൂമിയുടെ ശൂന്യാവസ്ഥയാണ് കാണുന്നത്. എന്തൊക്കെ ശൂന്യാവസ്ഥയാണ് ഉണ്ടായിരുന്നത്? അതൊക്കെ 6 ദിവസം കൊണ്ട് യേശു കർത്താവ് നിവർത്തിച്ചിട്ട് അതിനകത്ത് പരിപൂർണമായൊരു നിറവ് നൽകി. അപ്പോൾ വെളിച്ചം വന്നാലുള്ള ഗുണം എന്താണെന്നറിയാമോ? പോരായ്മകൾ കാണാം, കുറവുകൾ കാണാം. ആ കുറവുകളെ പരിഹരിച്ചിട്ട്, ആ കുറവുകൾ കണ്ടെത്തി അതിനെ പരിഹരിച്ചിട്ട് അവിടെ ഒരു പരിപൂർണത വെളിപ്പെട്ടു വരികയാ. നമ്മുടെ ജീവിതത്തെ കുറവുകൾ പരിഹരിച്ച്, പാപം പോക്കി, നമ്മളെ നീതീകരിച്ച്, നമ്മളെ വിശുദ്ധീകരിച്ച്, നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മെ നിർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കാൽവറി ക്രൂശിലെ പരമയാഗത്തിലൂടെ നമുക്കിത് നേടിയെടുക്കാൻ കഴിയും. ചോദ്യം ഇതാണ്, എന്തിനു വേണ്ടിയാണ് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയത്? അന്ധകാരത്തിൽ നിന്ന് നമ്മളെ അത്ഭുത പ്രകാശത്തിൽ കൊണ്ടുവന്ന്? ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തെറ്റിദ്ധരിക്കല്ലോ ദൈവമക്കളെ. ഇങ്ങനെ എല്ലാ ദിവസവും ഒരു കൂട്ടായ്മയൊക്കെ കൂടി ഈ ഡിവൈസിന്റെ കീഴിൽ ഇരുന്ന് സ്തോത്രവും പറഞ്ഞ് പ്രാർത്ഥിച്ച് വചനം കേട്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ പോകാനെന്ന് ആരും കരുതരുത്. നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. 2 വ്യത്യസ്തമായ കാര്യങ്ങൾ. ഒന്ന്, അവിടെ എഴുതിയിരിക്കുന്ന സൽഗുണങ്ങളെ ഘോഷിക്കാൻ. എന്താണ് സൽഗുണം? എന്ത് സൽഗുണം ഘോഷിക്കാനുള്ളത്? നമ്മളൊരു മിഷനോ, നമുക്കൊണ്ടൊരു മിഷൻ. എന്താ നമ്മുടെ മേലുള്ള മിഷൻ? എന്താ ദൗത്യം? എന്താ ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം? 2 കാര്യങ്ങൾ. ഒന്ന്, സൽഗുണങ്ങളെ ഘോഷിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഒന്ന്, അവനെ വിശുദ്ധിയോടെ ആരാധിക്കുക എന്നുള്ളതാണ്. മനുഷ്യനുൾപ്പെടെയുള്ള മനുഷ്യന്റെ സൃഷ്ടി മുതൽ ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിൽ നിന്നുള്ള വീണ്ടെടുപ്പ് മുതൽ ഒക്കെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒക്കെ നമ്മൾ കാണുന്നത് എന്താണ്? ആപ്തവാക്യം, എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ വീണ്ടെടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? വീണ്ടെടുത്തിന്റെ ഉദ്ദേശം ഈ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും വിശുദ്ധിയിലും വേർപാടിലും
ഈ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഒന്നാമത്തെ മിഷൻ, ദൗത്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ആരാധിക്കുക, ആരാധന എന്ന വാക്കുകൊണ്ടൊക്കെ നമ്മൾ അർത്ഥമാക്കുന്നത് കൂടിവരവുകളെയാണ്. ഞായറാഴ്ചത്തെ നമ്മുടെ കൂടിവരവിനെ നമ്മൾ എന്തോ പറയും? ആരാധന എന്ന് പറയും, അല്ലേ? വാസ്തവത്തിൽ അതൊക്കെ ഒരു സഭായോഗമാ, കൂട്ടായ്മയാണ്. ആരാധന എന്ന് പറയുന്നത് കൂടി വരുന്നതല്ല. കൂടി വരുമ്പോൾ അതിന്റെ ഒന്നാമത്തെ പാർട്ടിൽ നടക്കുന്ന പാട്ടുപാടിയുള്ള, കൈയടിച്ചുള്ള, അന്യഭാഷയിൽ പറഞ്ഞുള്ള ആ ഒരു സമയത്തെയൊന്നുമല്ല ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ആരാധനയുടെ ഒരു ഭാഗമാണ്. എന്താണ് ആരാധന? ആരാധനയെ അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ച വെളിപ്പാടിൽ പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായം 1-ാം വാക്യം രേഖപ്പെടുത്തുന്നത്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിപ്പീൻ. അപ്പോൾ എന്താണ് ആരാധന എന്ന് പറയുന്നത്? വാസ്തവത്തിൽ റിയൽ വർഷിപ്പ് എന്ന് പറയുന്നത് നടന്ന സ്ഥലം ഈ വചനപ്രകാരം കാൽവറി ക്രൂശാണ്. കാൽവറി ക്രൂശിൽ നടന്ന യേശു ക്രിസ്തുവിന്റെ പരമയാഗം ആണ് റിയൽ വർഷിപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത ശരീരം പരിപൂർണമായി ദൈവത്തിന്റെ ഇഷ്ടത്തിനായി ദൈവം തന്നെ ഏൽപ്പിച്ച നിയോഗപ്രകാരം പൂർണമായ ശരീരം ഏൽപ്പിക്കപ്പെട്ടു. നമുക്കറിയാം, പാപമില്ലാത്ത രക്തം, പാപമില്ലാത്ത ശരീരം, യേശു ക്രിസ്തുവിന്റെ ജീവൻ, ഇത് മൂന്നും ഒരു യാഗമായി ഏൽപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, ക്രൂശിന്റെ മൊഴികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അരാമ്യ ഭാഷ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കർത്താവ് ഈ ക്രൂശിലെ മൊഴികൾ ചൊല്ലി വരുമ്പോൾ, അവസാന ആ മൊഴികളിലേക്ക് വരുമ്പോൾ താൻ ഗ്രീക്ക് ഭാഷയിലേക്ക് മാറി. ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞൊരു പദമുണ്ട്. ആ പദം ഇങ്ങനെയാണ്, ടെറ്റലെസ്റ്റായി എന്നൊരു പദമുണ്ട്. ആ പദത്തിന്റെ അർത്ഥം പൂർത്തിയായി, നിവർത്തിയായി. എന്താ നിവൃത്തിയായത്? എന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം എന്താണോ, മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി ഞാൻ കാൽവറി ക്രൂശിൽ പരമയാഗമായി തീരുക എന്നുള്ളത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ മിഷനാണെങ്കിൽ, ആ മിഷൻ ഞാൻ കാൽവറി ക്രൂശിൽ പൂർണ്ണമായി നിവർത്തിച്ചു. 33.5 കൊല്ലം ജീവിച്ചു. യേശുവിന്റെ ശരീരത്തിൽ, രക്തത്തിൽ പാപമില്ല എന്നറിയാം. എന്തിനാണെന്നറിയാമോ? യേശുവിനെ സ്ത്രീയുടെ സന്തതിയായി ജനിപ്പിച്ചത്. നമുക്കറിയാം, സ്ത്രീയുടെ സന്തതിയായി യേശു ജനിച്ചു, പുരുഷന്റെ ഇഷ്ടത്താലല്ല. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അവർ കൂടി വരുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി എന്നാണ് പറയുന്നത്. ഒരു പുരുഷന്റെ ഇഷ്ടത്താലുള്ള ജനനം പാപത്തിൽ നിന്ന് ഉത്ഭവിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഉത്ഭവിച്ചത് കൊണ്ട് പറയുന്നു വിശുദ്ധ പ്രജ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പാപമില്ലാതെ ജനിക്കപ്പെട്ട അരുമനാഥനായ യേശു കർത്താവ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാപിയെ പോലെയാണ് ക്രൂശിക്കപ്പെട്ടത്. ഏറ്റവും വലിയ പാപിയെ പോലെ, ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്തവരെ പോലെയാണ് നമ്മുടെ അരുമനാഥനായ യേശു കർത്താവ്. എന്തുകൊണ്ടാ ഞാൻ ആ പദം ഉപയോഗിച്ചെന്നറിയോ? ഏറ്റവും വലിയ പാപം ചെയ്തവരെ പോലെ
യേശു കർത്താവ് പാപമില്ലാത്തവൻ ക്രൂശിക്കപ്പെട്ടെന്ന് പറയാൻ കാരണം ഈ മാനവകുലത്തിൽ ജനിക്കപ്പെട്ട സകല മനുഷ്യരുടെയും പാപമാണ് അരുമനാഥനായ കർത്താവ് തന്റെ ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാപമില്ലാത്ത ശരീരമാണെങ്കിലും പാപം താൻ വഹിക്കുകയാണ്. അപ്പോൾ ഈ ആരാധനയാണ് യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള ആരാധന. കാരണം പാപമില്ലാത്ത നമ്മൾക്ക് പഴയ നിയമ വ്യവസ്ഥ പ്രകാരം പറയുമ്പോഴേ യാഗത്തിന് കൊണ്ടുവരേണ്ട വസ്തുക്കളെ കുറിച്ച് ദൈവം അരുളപ്പാട് നൽകിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ അതിപ്രധാനമാണ്. ഒന്ന്, ശുദ്ധിയുള്ള മൃഗമായിരിക്കണം. ഒത്തിരി മൃഗങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ യാഗപീഠത്തിൽ വരാൻ ദൈവം കൽപ്പിച്ചതിന് മാത്രമേ വരാൻ പറ്റൂ, അല്ലാത്തതിന് വരാനൊക്കെയില്ല. അപ്പോ ഒന്ന്, ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച് നമ്മെ ദൈവമക്കളെ വില കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ശരീരം ഉണ്ടല്ലോ, ഇത് നമ്മൾ പറയുന്നില്ലേ ദൈവത്തിന്റെ മന്ദിരാണെന്ന്, അല്ലേ? ഇത് ദൈവത്തിന്റെ വാസസ്ഥലമാണെന്ന് പറയുന്നില്ലേ? ഇത് വിശുദ്ധമായിരിക്കണം. കാരണം ദൈവത്തിന് ആരാധനയായി വരേണ്ടത് നമ്മുടെ കയ്യടി അല്ല, നമ്മുടെ പാട്ടും അന്യഭാഷയല്ല ദൈവത്തിന് വേണ്ടത്. അതൊക്കെ വേണം. പക്ഷേ നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയുടെ പ്രമാണത്തിൽ ഈ ശരീരത്തെ ദൈവാത്മാവിനാൽ നമ്മൾ ശുചീകരണത്തിന് ഏൽപ്പിക്കപ്പെട്ട് കളങ്കം കൂടാതെ നമ്മൾ നിഷ്കളങ്കതയോടെ പരമാർത്ഥതയോടെ വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ നിൽക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ മാത്രമേ ഞാൻ കൈയടിച്ചാൽ ദൈവത്തിന് പ്രസാദമുള്ളൂ. ആമേൻ. ആമോസിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമുണ്ട്: നിങ്ങളുടെ ഉത്സവങ്ങളൊക്കെ ഞാൻ ദേശിച്ച് നിരസിക്കുകയാണ്. നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ നിന്നും എനിക്കൊരു പ്രസാദവും ഇല്ല, അതുകൊണ്ട് എനിക്ക് മതി വന്നിരിക്കുക, എനിക്കത് വേണ്ടെന്ന്. കാരണം നിങ്ങളുടെ ജീവിതം ശരിയല്ലെന്ന് ഇസ്രായേൽ ജനത്തെ നോക്കി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നാം കുറെ കൈയടിച്ചു കൂട്ടിയിട്ടൊന്നും കാര്യമില്ല, കുറെ പാട്ടുപാടിയിട്ടൊന്നും കാര്യമില്ല, കുറെ അന്യഭാഷ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പറയുന്നത് എന്റെ ജീവിതം അതിന് യോഗ്യമാണെങ്കിൽ, വിശുദ്ധമാണെങ്കിൽ, യാഗപീഠത്തിൽ കയറുവാൻ യോഗ്യമാണെങ്കിൽ ഞാൻ കൈയടിക്കുന്നത് ദൈവത്തിന് പ്രസാദം, ഞാൻ പാടുന്നത് ദൈവത്തിന് പ്രസാദം, ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന് പ്രസാദം, ഞാൻ അന്യഭാഷ പറയുന്നത് ദൈവത്തിന് പ്രസാദം. അല്ല എങ്കിൽ ദൈവം പറയുന്നു, നോ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ദൈവത്തിന് വേണ്ടത് നമ്മയാ, വീണ്ടെടുത്തത് നമ്മയാ, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്ത് അതിനു വേണ്ടി നമ്മൾ ഇത് ഒന്ന് വിശുദ്ധമായിരിക്കണം. 2, മുടുന്നുണ്ടാകരുത്. വിശുദ്ധമായതാണെങ്കിലും ഞാൻ വാങ്ങിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. യാഗപീഠത്തിൽ വരുന്നതിന്റെ 2 ചുവട് മുമ്പ് പെട്ടെന്ന് ഈ മൃഗം എടുത്തു ചാടി കാലൊടിഞ്ഞു. നമ്മൾ ആരും കാണാതെ വെച്ച് കെട്ടിയേച്ച് നമ്മൾ പതുക്കെ നടക്കുന്ന കണ്ടാൽ ചട്ടുണ്ടാവും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് ചട്ടുണ്ടെന്ന് അറിയിക്കാതെ എടുത്ത് യാഗപീഠത്തിലോട്ട് അങ്ങ് വെക്കുക. ആരും കണ്ടില്ല. പണ്ട് പറഞ്ഞു കേട്ട ഒരു സംഭവമുണ്ട്. ഒരു ഫുട്ബോൾ മത്സരം നടക്കുക. ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ 2 ടീം എതിരാളികൾ തമ്മിൽ ഒരു ബോളിന് വേണ്ടി കൂട്ടിയടിച്ചു. ബോൾ തെന്നിപ്പോയി, കാലുകൾ തമ്മിൽ കൂട്ടിയടിച്ച് കാലുകൾക്ക് വലിയ പ്രയാസമുണ്ടായി. ആ കാലഘട്ടത്തിൽ അവരെ 2 പേരെയും വൈദ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. വൈദ്യന്റെ അടുക്കൽ കൊണ്ടുവന്ന് ആദ്യത്തെവൻ തടവാനായി വൈദ്യന്റെ അടുക്കൽ കയറി. അവന് തടവി പിടിക്കുമ്പം അവൻ കിടന്ന് അലമുറയിട്ട് കരയാണ്. അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് കരയുക. ഈ കരച്ചിലൊക്കെ കേട്ടുകൊണ്ട് അടുത്തവൻ അവിടെ ഇരിപ്പുണ്ട്. അവനിങ്ങനെ ഈ കാലൊക്കെ തടവി അമ്മ അയ്യോ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും തടവി കഴിഞ്ഞപ്പോ അവന്റെ കാലിന്റെ ഉളുക്കൊക്കെ മാറി അവൻ ഭംഗിയായിട്ട് നടന്ന് പുറത്തേക്ക് വന്നു. 2ാമത്തവൻ അകത്തോട്ട് കയറിയപ്പം അവനെങ്ങനെ വിചാരിച്ചു, എനിക്കും ഇതൊക്കെ വിളിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഉളുക്കില്ലാത്ത കാല് കാണിച്ചു കൊടുത്തു. ഏത് കാലാടാ ചോദിച്ചപ്പോൾ ഈ കാലാന്നും പറഞ്ഞു ഉളുക്കില്ലാത്ത കാല് കാണിച്ചു. വൈദ്യൻ ആ കാലിട്ട് പിടിച്ചപ്പോ ഇവനൊരു അയ്യോ ഇല്ല, ഒരു അമ്മയില്ല, ഒന്നുമില്ല. പക്ഷേ അവൻ പുറത്തേക്ക് വന്നപ്പം ചട്ടുകാലനായിട്ടാ പുറത്തേക്ക് വന്നത്. അവൻ എന്നും നടക്കുന്നത് ചട്ടുകാലനായിട്ടാ. എന്ന് പറയുന്നത് പോലെ ദൈവമക്കളെ, അമ്മ മുടന്തുണ്ടായാൽ ദൈവമക്കളെ അത് യാഗപീഠത്തിന് യോഗ്യമല്ല.
മൂന്നാമത്തത് ജീവൻ ഉണ്ടായിരിക്കണം. ഞാൻ വാങ്ങിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു, സ്നാനപ്പെട്ടപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നൊന്നും പറയുന്നതിലൊന്നും കഥയില്ല. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്നുള്ളതൊന്നുമല്ല കാര്യം. ഇപ്പോൾ റൈറ്റ് നൗ ഈ ടൈമിൽ യാഗപീഠത്തിലേക്ക് വരുമ്പോൾ ജീവന്റെ ശ്വാസം ഉണ്ടോ എന്നുള്ളതാണ്. അതില്ല എങ്കിൽ റിജക്റ്റഡ് ആണ്, ഒരു പ്രയോജനമില്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, ചില സഭകളോടൊക്കെ പറയുന്നത് നിനക്ക് ജീവൻ ഉണ്ടെന്നൊക്കെ നീ പറയുന്നുണ്ടെങ്കിലും നീ മരിച്ചവനാണ്, അല്ലേ? മാനുഷികമായിട്ട് പറയാണ് ജീവനുണ്ടെന്ന്, പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നോ, ജീവനില്ലാത്തതാണ്. യാഗപീഠത്തിലേക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ഒക്കില്ലെന്ന്, പ്രയോജനമില്ലെന്ന്. അപ്പോൾ ആരാധിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ഓർക്കേണ്ടത്, ദൈവമക്കളെ, ഈ ശരീരം ദൈവത്തിന് വിശുദ്ധവും പരമാർത്ഥവും നിഷ്കളങ്കവുമായിരിക്കണം. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാകണം. അതുകൊണ്ട് ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ലക്ഷ്യം ആരാധനയല്ല, മറിച്ച് ആരാധനയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ആരാധന വ്യവസ്ഥ പ്രകാരമായി. രണ്ടാമത്തെ കാര്യം, സൽഗുണങ്ങളെ ഘോഷിക്കുക എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം സുവിശേഷത്തിന്റെ വിളംബരമാണ്, സുവിശേഷ ഘോഷണമാണ്. യഥാർത്ഥമായ സുവിശേഷത്തിന്റെ ആ മിഷൻ അല്ലെങ്കിൽ ആ ദൗത്യവും നിവർത്തീകരിക്കപ്പെട്ടത് കാൽവറി ക്രൂശിലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് യേശു ക്രിസ്തുവിലുള്ള സുവിശേഷ ഘോഷണത്തിന്റെ ആ ദൗത്യം എന്ന് ചോദിച്ചാൽ, യേശു പിതാവായ ദൈവം തന്നിൽ വരമേൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, തന്റെ പേരിന്റെ അർത്ഥമാണ്. യേശു എന്ന പേര്, യേശു എന്ന പേരിനൊരു അർത്ഥമുണ്ട്. അവൻ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ അതൊരു ദൗത്യമാണ്. എനിക്ക് യേശു എന്ന പേരിന്റെ അർത്ഥം ദൗത്യമായി നിറവേറ്റണം. കാൽവറി ക്രൂശിൽ യേശു കർത്താവ് ആ ദൗത്യം അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റി അത് നിവർത്തീകരിച്ചു. രണ്ടാമത്തത്, തന്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ്. അത് താൻ നിവർത്തിച്ചു. ആദാമ്യ പാപം നിമിത്തം മനുഷ്യവർഗം പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു മാറിയ മനുഷ്യവർഗത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ തന്റെ ദേഹം എന്ന തിരശീല കീറിക്കൊണ്ട് ആ പാപമുള്ള മനുഷ്യരെ ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിങ്കിലേക്ക് ചേർക്കുവാൻ തന്റെ ശരീരം ചീന്തപ്പെട്ടു, അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ടു. ആ ദൗത്യം താൻ നിർവഹിച്ചു. മൂന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ സമ്പന്നരായിരുന്ന നമ്മെ ദരിദ്രരായിരുന്ന നമ്മെ സമ്പന്നനാക്കി തീർത്ത കൃപ നാം ഓർക്കുമല്ലോ. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വായിക്കാമോ? 2 കൊരിന്ത്യർ 8:9. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സമ്പന്നനായിരുന്നവൻ സകലത്തിലും സമ്പന്നൻ, ദൈവികതയിൽ സകലത്തിലും സമ്പന്നനായിരുന്നവൻ. നമുക്കറിയാം, ദൈവത്തോടുള്ള സമത്വത്തിൽ തികഞ്ഞു നിൽക്കുന്നവനായിരുന്നു. ആ തികഞ്ഞു നിൽക്കുന്ന കർത്താവ് ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടിയാണെന്നറിയോ? ദരിദ്രരായി തീർന്ന നമ്മെ സമ്പന്നരാക്കി തീർന്നു. കേവലം ദാരിദ്ര്യമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം അടിമത്തമാണ്. അടിമത്തം. ആ അടിമത്തത്തിൽ നിന്ന് വിടിവെക്കണം. എന്ത് അടിമത്തം എന്നറിയാമോ? എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കണം. നമ്മുടെ അടിമത്തത്തിന്റെ തീവ്രത കാണണമെങ്കിൽ എബ്രായ ലേഖനം 2:14 എളുപ്പത്തിൽ വായിക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. എബ്രായർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു.
ഇതൊരു ജുഡീഷ്യൽ വേർഡാ ഈ പദം. ഇതൊരു കോടതി ഭാഷയാണ്. ജീവപര്യന്തം കണ്ടോ, ശിക്ഷിക്കപ്പെട്ടവരാണ്. ഈ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവരെയാണ് നമ്മെ നീതീകരിച്ച് കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിലായിരുന്ന നമ്മെയാണ് വിടിവിച്ചെടുക്കാനിടയായിത്തീരുന്നത്. ഞാനൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ സ്കൂൾ വിട്ട് വന്നപ്പം 4 മണിക്കൊക്കെ ചെറിയ ചായയൊക്കെ കൊടുക്കും. അവൾ അത് കഴിച്ചില്ല. അമ്മ പറഞ്ഞു കഴിച്ചില്ല. അപ്പം വന്നപ്പം പറഞ്ഞു കൊടുത്തിട്ടോ അവൾ അത് കഴിക്കാൻ തയ്യാറായില്ല. അപ്പനോട് അവസാനം പറഞ്ഞു, എനിക്കൊരു പ്രോമിസ് അപ്പം ചെയ്യാമെങ്കിൽ ഞാൻ കഴിക്കാം. എന്താ പ്രോമിസാ വേണ്ടേ? എൻ്റെ തലമുടി മൊട്ടയടിച്ചു തരണം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പറയാണ്, എൻ്റെ തല മൊട്ടയടിച്ചു തരണം. അപ്പം പറഞ്ഞ 50 രൂപയുടെ കാര്യമല്ലേ, ശരി നീ കഴിക്ക്. അങ്ങനെ ടിഫിനൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ പെൺകുട്ടി ഒറ്റ നിർബന്ധം പറഞ്ഞു, എൻ്റെ മുടി മൊട്ടയടിച്ചു തരാന്ന് പപ്പ പ്രോമിസ് ചെയ്ത് മൊട്ടയടിച്ചു തരണം. അപ്പൊ പറഞ്ഞു, മോനെ നീ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ, നീ നാളെ എങ്ങനെ സ്കൂളിൽ പോകും മുടിയില്ലാതെ? മൊട്ടയടിച്ച അതൊക്കെ ഞാൻ പൊക്കോളാം. പപ്പ എന്നെ കൊണ്ടുപോയി ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി മൊട്ടയടിക്കും. അവസാനം ഈ കൊച്ചിന്റെ നിർബന്ധത്തിൽ കൊണ്ടുപോയി മുടി മൊട്ടയടിച്ചു. അവൾ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ അപ്പൻ അവളെ സ്കൂളിൽ കൊണ്ടുവിട്ടു. അവിടെ കാറിൽ നിന്ന് ഇറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. ആ ഓട്ടോറിക്ഷയിൽ നിന്ന് വേറൊരു പെൺകൊച്ചിറങ്ങി. ആ കൊച്ചിന്റെയും തല മൊട്ടയാണ്. അങ്ങനെ ഈ 2 മുട്ടകളും കൂടെ കൈയൊക്കെ കുറച്ച് പിടിച്ച് അവർ കൂളായിട്ട് സ്കൂളിൽ പോവാ. അപ്പൻ ഇത് കണ്ട് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോൾ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ആ ഇറങ്ങിപ്പോയ കൊച്ചിന്റെ അമ്മ ഇറങ്ങി വന്ന് ചോദിച്ചു, മകളുടെ പപ്പയല്ലേ? അതെ, എൻ്റെ മകളാണ് താങ്കളുടെ മകളുടെ കൂടെ പോയത്. അവള് ഇന്നലെയാണ് RCCയിൽ നിന്ന് വന്നത്. അവൾക്ക് ക്യാൻസറാണ്. അതുകൊണ്ട് അവൾക്ക് കീമോ കഴിഞ്ഞപ്പോൾ അവളുടെ തലയിലുള്ള മുടി മുഴുവനും പോയി. ഇന്നലെ അവൾ സ്കൂളിൽ വന്നപ്പോൾ അവളുടെ സ്കൂളിൽ അവൾ ഒറ്റപ്പെട്ടു. അവള് താങ്കളുടെ മകളോട് പറഞ്ഞു, ഇനി ഞാൻ സ്കൂളിൽ വരുന്നില്ല, ഇവിടെ ഞാൻ ഒറ്റപ്പെടുക, എനിക്ക് എല്ലാവരും എന്നെ കളിയാക്കുന്നു, അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന്. താങ്കളുടെ മകള് എൻ്റെ മകളോട് പറഞ്ഞു, നീ നാളെ സ്കൂളിൽ വരാതിരിക്കരുത്, നിനക്ക് വേണ്ടി ഞാൻ ഒറ്റയടിച്ചിട്ടുണ്ട്. ഒരു കൂട്ടുകാരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി, അവളുടെ ആശ്വാസത്തിന് വേണ്ടി, അവളുടെ വേദനയിൽ ഒരു ആശ്വാസമായി തീരാൻ വേണ്ടി കൂട്ടുകാരിയായ ഒരു പെൺകുട്ടി ത്യാഗത്തിന് തയ്യാറായി തീർന്നെങ്കിൽ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. നമ്മുടെ അരുമനാഥനായ നമ്മുടെ കർത്താവിന് വേണ്ടി ദൈവമക്കളെ നമ്മൾ എത്ര ത്യാഗാത്മകമാകേണ്ടവരാണ്, എത്ര ആഴമായിട്ടാണ് നമ്മൾ ആ കർത്താവിനെ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നടച്ച് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിലയേറിയ പദവി, വിലയേറിയ സ്ഥാനം, രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ. ഈ ലോകത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. ഈ ലോകത്തിന് അധികാരം വെളിപ്പെടുത്താനും ദൈവത്തിന്റെ മനുഷ്യന്റെ ഇടയിൽ നിന്നുകൊണ്ട് ആമെ മധ്യസ്ഥരായി നിൽക്കേണ്ടവരുമാണ് നമ്മൾ. അങ്ങനെ മഹത്വകരമായ പദവികളെ തന്നിരിക്കും. ഈ പദവികളെല്ലാം ഓർത്ത് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ ഒന്ന് ഒരുക്കി ഒരു കൂട്ടുകാരിയായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി താൻ ഇത്രയും ആമേ സമർപ്പണ ബോധമുള്ളവളായെങ്കിൽ ആമേ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി കേവലം ഒരു തലമുടി കൊടുക്കുകയല്ല ചെയ്തത്, ശരീരം മുഴുവൻ, രക്തം മുഴുവൻ, ദൈവമക്കളെ ജീവൻ നമുക്ക് വേണ്ടി തരികയാണ്. അവസാനമായി മരിച്ചോ എന്നറിയാൻ ഒരു പടയാളി വന്ന് അവന്റെ ചങ്കിൽ കുത്തുമ്പോൾ ആ ചങ്കിൽ നിന്ന് വെള്ളവും രക്തവും കൂടെ ഒഴുകി വരും. ചരിത്രം പറയുന്നത് ആ ഒഴുകി വന്ന ആ വെള്ളം കുത്തിയ പടയാളി ഒറ്റക്കണ്ണുള്ള മനുഷ്യനായിരുന്നു. ഒറ്റക്കണ്ണിനെ കാഴ്ചയുള്ളൂ. ആ കുത്തിയ കുത്തിൽ നിന്ന് വെള്ളവും രക്തവും കൂടെ ഒഴുകി വന്ന് വീണത് ഇവന്റെ കാഴ്ചയില്ലാത്ത കണ്ണിലാ. ആ ക്ഷണത്തിൽ ആ കണ്ണു തുറന്നു. യേശു മരിച്ചു കിടക്കുമ്പോഴും തൻ്റെ രക്തത്തിന്റെ അവസാന തുള്ളി അത്ഭുതം ചെയ്തിട്ടാ മടങ്ങിയത്. അവനാണ് കുന്തം വലിച്ചെറിഞ്ഞിട്ട്, അവന്റെ റോമൻ പടയാളി ദൗത്യം വലിച്ചെറിഞ്ഞിട്ട് ക്രൂശി ചുവട്ടിൽ വന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് അവനാണ് നിലവിളിച്ചു പറഞ്ഞത്, നീ ഒരു ദൈവപുത്രനാണ്. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു ആ അരുമനാഥനായ യേശു കർത്താവിന്റെ നല്ല സാക്ഷികളായി ലോകത്തിൽ കർത്താവിന് വേണ്ടി ശക്തരായി ഏതു പ്രതികൂലങ്ങളുടെ നടുവിലും ഉറച്ചു നിന്ന് വിശ്വാസത്തിൽ ഉറച്ച്
ആമേ സമർപ്പണത്തിൽ ഉറച്ച്, തീരുമാനങ്ങളിൽ ഉറച്ച്, നല്ല മാതൃകയോടെ നല്ല സാക്ഷികളായി നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കാൻ ഞാൻ എല്ലാവരെയും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു.